ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബിജെപി പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. വികസനം, ദേശീയത, ഹിന്ദുത്വം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയുള്ളതാകും പ്രകടന പത്രികയെന്നാണ് സൂചന. ശപഥ് പത്ര എന്നാണ് പ്രകടന പത്രികയ്ക്ക് നൽകിയിരിക്കുന്ന പേര്. ദരിദ്ര കുടുംബങ്ങൾക്ക് പ്രതിമാസം 6000 രൂപ ഉറപ്പുവരുത്തുന്ന കോൺഗ്രസിന്റെ ന്യായ് പദ്ധതിക്ക് ബിജെപിയുടെ മറുപടി എന്താകും? ഏക് ബാർ ഭി മോദി മുദ്രാവാക്യമുയർത്തി അധികാര തുടർച്ചയ്ക്ക് ശ്രമിക്കുന്ന ബിജെപിയുടെ ശപഥ് പത്രത്തിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും? വികസനത്തിനും ദേശീയതയ്ക്കും ഹിന്ദുത്വത്തിനും ആയിരിക്കും പ്രകടന പത്രികയിൽ പ്രാമുഖ്യമെന്നാണ് സൂചന. കഴിഞ്ഞ 5 വർഷം നടപ്പിലാക്കിയ പദ്ധതികളും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളും ഉൾപ്പെടുത്തിയാണ് പത്രിക പുറത്തിറക്കുക. രാമക്ഷേത്ര നിർമ്മാണം, അയോധ്യ, കാശി, മധുര ഇടനാഴികൾ ഏറ്റവും പ്രധാന വാഗ്ദാനങ്ങളായേക്കും. കർഷകരുടെ വരുമാനം 2020ഓടെ ഇരട്ടിയാക്കുക, തീവ്രവാദ പ്രവർത്തനങ്ങളെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുക, തൊഴിലില്ലായ്മയ്ക്ക് ശാശ്വത പരിഹാരം, പ്രത്യേക തൊഴിൽ മന്ത്രാലയം രൂപീകരിക്കൽ എന്നിവയും പ്രകടന പത്രിക ഉറപ്പു നൽകും. കഴിഞ്ഞ തവണ വാഗ്ദാനം ചെയ്ത 550 കാര്യങ്ങളിൽ 520 നടപ്പിലാക്കിയതായി ബിജെപി അവകാശപ്പെടുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ 20 അംഗ സമിതിയാണ് പ്രകടന പത്രികയ്ക്ക് രൂപം നൽകിയത്. മന്ത്രിസഭയിൽ 15% സ്ത്രീ പ്രാതിനിധ്യം അടക്കം വനിതാ വിഭാഗത്തിന്റെ നിർദ്ദേശങ്ങളും പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സൂചന. ഗംഗ ഉൾപ്പെടെ നദീജല ശുദ്ധീകരണത്തിനും പ്രത്യേക പദ്ധതിയുണ്ടാകും. ഭീകരശക്തികൾക്കെതിരായ നിലപാടും പ്രകടന പത്രികയുടെ ഭാഗമായേക്കും. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50% വിവിപാറ്റ് രസീതുകൾ എണ്ണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഉൾപ്പെടെ 21 പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. 50% വിവിപാറ്റ് രസീതുകൾ എണ്ണിത്തീർക്കാൻ കുറഞ്ഞത് 6 ദിവസം വേണ്ടിവരും എന്ന നിലവിലെ രീതിയാണ് പ്രായോഗികമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. വോട്ടെണ്ണൽ നീണ്ടാലും 50% വിവിപാറ്റുകൾ എണ്ണണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ നിലപാടെടുത്തിരിക്കുന്നത്. 33% വിവിപാറ്റ് രസീതുകൾ എണ്ണാൻ 1 ദിവസവും 8 മണിക്കൂറും മതിയെന്നാണ് പ്രതിപക്ഷം വാദിക്കുന്നു. ഇരട്ടി ആളുകളെ ചുമതലപ്പെടുത്തിയാൽ 2.5 ദിവസം കൊണ്ട് 50% രസീതുകൾ എണ്ണിത്തീർക്കാമെന്നും പ്രതിപക്ഷം വാദിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതം ആസ്പദമാക്കിയുള്ള ചിത്രമായ PM മോദിക്കെതിരായ ഹർജികൾ ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് ചിത്രമെന്നാണ് ആരോപണം. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ പ്രസിഡന്റ് സതീഷ് ഗെയ്ക്വാദ്, കോൺഗ്രസ് നേതാവ് അമൻ പൻവാർ എന്നിവരാണ് ഹർജി നൽകിയിരിക്കുന്നത്. ജസ്റ്റിസ് SA ബോംഡെ അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. തെരഞ്ഞെടുപ്പ് സമയത്ത് ചിത്രം പ്രദർശിപ്പിക്കുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നും ചിത്രത്തിന്റെ പ്രദർശനം തടയണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി.